ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിത് ചുരിദാറിൻ്റെ പാറ്റേൺ എങ്ങനെ നല്ല അളവെടുത്ത് ഡീറ്റെയിലായിട്ട് നല്ല അളവെടുത്തിട്ട് ഞാൻ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ പോവുകയാണ് ഈ വീഡിയോയിലൂടെ. അതുകൊണ്ട് ഞാൻ 5 ചാർട്ടാണ് ഇവിടെ വാങ്ങിച്ചു വെച്ചിട്ടുള്ളത്. ഒന്ന് ഫ്രണ്ടും ബാക്കും പിന്നെ സ്ലീവ്സിനും. പിന്നെ ഇതേപോലുള്ള ഒരു സ്കെയിൽ മേടിക്കണം. പിന്നെ ഫ്രഞ്ച് കർവ് വേണം. കൈക്കുഴിയുടെ കഴുത്തതിൻ്റെയൊക്കെ നല്ല കറക്റ്റിനായിട്ടുള്ള ഷേപ്പ് കിട്ടാൻ വേണ്ടി ഇങ്ങനത്തെ സ്കെയിൽ ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മളൊരു പേനയും പേപ്പറും എടുത്ത് വെച്ചിട്ട് ഫസ്റ്റ് നിങ്ങൾ ചുരിദാർ ടോപ്പിൻ്റെ നീളം, വീതി ഇതെല്ലാം അത് ഞാൻ വീഡിയോയിലൂടെ പറഞ്ഞുതരാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടേ. ഫസ്റ്റ് നീളം, വീതി, കഴുത്തകലം, ഷോൾഡർ, കൈക്കുഴി, പിന്നെ സ്ലിറ്റ്, പിന്നെ വേസ്റ്റ് റൗണ്ട് എക്സെട്ര. ഇനി അങ്ങോട്ട് നമുക്ക് വീഡിയോ നോക്കാം. ഓക്കെ, ഇത് ഞാൻ 2 ചാർട്ടും കൂടി ഞാൻ ഗ്ലൂ വെച്ച് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഇതുപോലെ നിവർത്തിയിടുക. നമ്മൾ തുണി എങ്ങനെയാണ് ഇട്ടേക്കുന്നത് അതേപോലെയാണ്. പിന്നെ ഇതിൻ്റെ നീളം വന്ന് 43 ഉണ്ട് കേട്ടോ, ലെങ്ത്ത്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അതിൻ്റെ നീളം എടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ വീതി 28 ഉണ്ട്. നമുക്ക് അത്രയും മൊത്തത്തിൽ നമുക്ക് വേണ്ട, അതിൻ്റെ പകുതിയായിട്ട് നമുക്ക് മടക്കിയിട്ടാൽ മതിയാകും കേട്ടോ. ഞാനിത് XXL അളവാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെ അളവനുസരിച്ച് എടുത്താൽ മതി. ഇതേപോലെ നമ്മൾ മടക്കിയിടണം. മൊത്തം നമുക്ക് വേണ്ട, പകുതിയായിട്ട് ഇതേപോലെ മടക്കിയിടുക. ഞാനവിടെ 12 അരയാണ് എടുത്തിട്ടുള്ളത്. കറക്റ്റായിട്ട് നമ്മൾ മടക്കിയിടണം. അങ്ങോട്ടും ഇങ്ങോട്ടും ചരിയാനൊന്നും പാടില്ല. കറക്റ്റായിട്ട് പിടിച്ച് നല്ലതുപോലെ മടക്കിയിടുക. കഴുത്തകലം 3/4, നമ്മൾ അറ്റത്തുനിന്നാണ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് ഷോൾഡർ, അവിടുന്ന് നമ്മൾ വരച്ചേക്കുന്നതിൻ്റെ അവിടുന്ന് ടേപ്പ് വെച്ച് നമ്മൾ ഷോൾഡർ 4 അളന്നെടുക്കുക, 4 ഇഞ്ച്. ഇനി ആ ഷോൾഡറിൻ്റെ താഴോട്ട് എവിടെയാണോ വരച്ചേക്കുന്നത് അതിൻ്റെ താഴോട്ട് നമ്മൾ 7.5 എടുക്കുക. നമ്മൾ കഴുത്തകലും ഷോൾഡറും എടുത്തതിൻ്റെ ആ ഒരു അളവാണേ. ഇവിടെ ഞാൻ 7.5 എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറം സെയിം നീളം നോക്കി അളവ് കറക്റ്റാണോ നോക്കിയിട്ട് നമ്മൾ നീളത്തിന് വരയ്ക്കുക. നമ്മൾ അതേപോലെ നീളത്തിന് വരയ്ക്കുക. അവിടെ നമ്മൾ 12 അര ആണോയെന്ന് കറക്റ്റായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. വീതി നമ്മൾ മൊത്തത്തിലുള്ള വീതിയാണ്, അതായത് ഫ്രണ്ട് പാർട്ട് 2ആയിട്ട് മടക്കി ഇട്ടിട്ടുള്ള 12 അരയാണ് എടുത്തിട്ടുള്ളത്. ഇനി അവിടുന്ന് നമ്മൾ കറക്റ്റിന് 7.5 എടുത്തിട്ടുണ്ട് കൈക്കുഴി. ഇനി അവിടെ നമ്മൾ കഴുത്ത് 3/4 എടുത്തിട്ടുള്ളത്. അവിടെ ഷോൾഡർ 4. ഇനി നമുക്ക് കഴുത്ത് നീളം നോക്കാം. കഴുത്ത് നീളം ഞാൻ 6 എടുത്തിട്ടുണ്ട്. ഇനി ഫ്രഞ്ച് കർവ് വെച്ച് നമുക്ക് നല്ല ഷേപ്പിന് വരച്ചെടുക്കാം. ഇതേപോലെ നിങ്ങൾ വെച്ച് നല്ല ഷേപ്പിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഴുത്ത് ഏത് വേണമെന്ന് വെച്ചാൽ ആ മോഡലിൽ വയ്ക്കാം. ഞാനിപ്പം ഈ മോഡലിൽ വരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ കൈക്കുഴി ഞാനവിടെ 1.5 എടുത്തിട്ടുള്ളത്. നല്ല വണ്ണമുള്ളവർക്കാണെങ്കിൽ നമുക്ക് 2-2.5 എടുക്കാം കേട്ടോ.
ഞാനിവിടെ 1.5 എടുത്തിട്ടുണ്ട്. ഇനി അവിടെ അതിൻ്റെ 7.5യുടെ പകുതി നമ്മൾ എടുക്കണം. അവിടെ നമ്മൾ 3.25 എടുക്കുവാണ്. 7.5യുടെ പകുതി 3.25. ഇനി കർവ് വരയ്ക്കാം. ആ ഒരു അളവിൽ വരച്ചെടുക്കുക. അതിൻ്റെ പകുതിയിൽ ഞാൻ എവിടെയാണ് മുട്ടിച്ചേക്കുന്നത് അവിടം വരെ അത് പോവാവളെ. ഇത് ബാക്കാണ്, ബാക്കിൽ വരുന്ന ബാക്ക് ഫ്രണ്ട് ഞാനിപ്പോൾ ഒരേപോലെ വരച്ച് തരുവാണ്. നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മതിയാവും. കഴുത്തകലം എടുത്തേക്കുന്നതിൻ്റെ അവിടെ നമ്മൾ ഷോൾഡർ ഒന്ന് ചരിച്ച് വേണം വരച്ച് കൊടുക്കാനായിട്ട്. നമ്മൾ നേരത്തെ 7.5 കൈക്കുഴി എടുത്തിട്ടുള്ളത്. നമ്മൾ അതിൻ്റെ പകുതി 3.25 എടുത്തിട്ടുള്ളത്. അവിടുന്ന് കാല് ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് വന്നിട്ട് അവിടുന്ന് നമ്മൾ കൈക്കുഴി കുഴിച്ച് വെട്ടുന്നതിനായിട്ട് ഇങ്ങനെ ഫ്രണ്ട് പാറ്റേൺ ആണ് ഫ്രണ്ടിൻ്റെ, അങ്ങനെ വരച്ചു കൊടുക്കുക. അപ്പം ഇനിയിപ്പോൾ കഴുത്തകലം കൈക്കുഴിയുടെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേസ്റ്റ് റൗണ്ടൊക്കെ ഒന്ന് നോക്കാം. അവിടുന്ന് ഞാൻ കൈക്കുഴി 11.5 എടുത്തിട്ടുള്ളത്. കറക്റ്റ് ഷേപ്പാണ് ഫസ്റ്റ് ഞാൻ പറയുന്നത്. 11 മതി. അതായത് 11 22, ഫ്രണ്ട് പാറ്റേൺ 22. അവിടുന്ന് നമ്മൾ സ്ലിറ്റ് 14 എടുക്കുന്നത്. പിന്നെ അവിടുന്ന് നമുക്ക് 11 മതി സ്ലിറ്റിന്. പിന്നെ അധികം നമ്മൾ ഇടും, തയ്യൽ തുമ്പായിട്ട് ഇട്ട് കൊടുക്കും. അവിടെ നമ്മൾ ഷേപ്പ്, അതായത് കൈക്കുഴിയുടെ അവിടുന്ന് 7.5 എടുത്തിട്ട് നമ്മൾ അവിടുന്ന് കറക്റ്റിന് നമ്മൾ ഷേപ്പ് എത്രയാണോ അടിക്കുന്നത്, അവിടെ ഞാൻ 9 എടുത്തിട്ടുള്ളത്. 9 9 18. അതായത് ഫ്രണ്ട് പാറ്റേൺ 18, ബാക്ക് പാറ്റേൺ 18 18 36. അവിടുന്ന് സ്ലിറ്റ് നേരത്തെ 14 എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അവിടുന്ന് ഷേപ്പ് 11 എടുത്തിട്ടുള്ളത്. അവിടുന്ന് നമ്മൾ 1 ഇഞ്ചും കൂടി വ്യത്യാസത്തിൽ 12 ഇഞ്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അപ്പുറം ഇപ്പുറവും കൂടി 1/2 ഇഞ്ച് വ്യത്യാസത്തിൽ സ്ലിറ്റ് തയ്ച്ചെടുക്കാം. കൈക്കുഴിയുടെ അവിടുന്ന് ഞാൻ 11 എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങൾക്ക് അധികം തയ്യൽ തുമ്പിന് വേണ്ടി 1 ഇഞ്ചോ 2 ഇഞ്ചോ ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളേ. നമുക്ക് ഈ സ്കെയിൽ വെച്ച് നമുക്ക് കറക്റ്റ് ഷേപ്പ് വരച്ചെടുക്കാം. ഓക്കെ, ഇതേപോലെ തിരിച്ച് വെച്ചിട്ടും വരച്ചെടുക്കുക. ഇനി കറക്റ്റ് ഷേപ്പാണ് വരച്ചിട്ടുള്ളത്. അതിനെ അതിൻ്റെ അപ്പുറത്ത് വെച്ചിട്ട് തയ്യൽ തുമ്പിൻ്റെ ഭാഗമാണ് വരയ്ക്കുന്നത്. ഇതേപോലെ വരയ്ക്കുക. വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആദ്യം കാണുന്നത് കറക്റ്റ് ഷേപ്പാണ്, രണ്ടാമത് കാണുന്നത് തയ്യൽ തുമ്പിൻ്റെയാണ്. നേരെ സ്കെയിൽ വെച്ച് സ്ലിറ്റിൻ്റെ ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് സെക്കൻഡ് അവിടെ നിന്നാണ് നമ്മൾ സ്ലിറ്റ് മടക്കി അടിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഒരുപാട് അളവുകൾ പറഞ്ഞ് ഞാൻ നിങ്ങളെ തലപ്പെരിപ്പിച്ചിട്ടില്ല.
കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് ഫ്രണ്ട് പാറ്റേൺ. ഈ പാറ്റേൺ മടക്കിയിട്ടിട്ട് ബാക്ക് പാറ്റേൺ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കഴുത്തിൻ്റെ നീളം ശ്രദ്ധിക്കണം, കൈക്കുഴിയും ശ്രദ്ധിക്കണം. ബാക്ക് പാറ്റേണും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പുറത്ത് വെച്ച് നമ്മൾ ഒരുമിച്ച് കട്ട് ചെയ്താൽ മതി. നമ്മൾ കഴുത്തിൻ്റെ നീളം ബാക്ക് കുറയ്ക്കണം. പിന്നെ ഫ്രണ്ടിൻ്റെ കൈക്കുഴി നമ്മൾ കുഴിച്ചാണ് വെട്ടിയിട്ടുള്ളത്. ഇനി ഞാൻ സ്ലീവ്സ് എങ്ങനെ കട്ട് ചെയ്യുന്ന കാണിക്കാൻ പോവുകയാണ്. ഇത് നമ്മൾ വലിയ ചാർട്ടാണ്. ഇത് 2ആയിട്ട് മടക്കിയിട്ട് 4ആയിട്ട് മടക്കി ഇടുക. ഇതേപോലെ കറക്റ്റായിട്ട് മടക്കുക. ഈ മൂലഭാഗം ചേർന്നിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അവിടെ നിന്നാണ് ഞാൻ നീളം 8 എടുക്കാൻ പോകുന്നത്. ആ മൂല ചേർന്ന് അവിടെ നിന്നാണ് ഞാൻ നീളം 8 എടുക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടുന്ന് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. സ്ട്രെയിറ്റ് ആയിട്ട് ഒരു വര വരയ്ക്കുക. അതിൻ്റെ ഇപ്പുറത്തും നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു വരയും കൂടി വരച്ചു കൊടുക്കുക. ഇനി നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചേക്കുന്നതിൻ്റെ ആ ഭാഗത്ത് നിന്ന് 4 ഇഞ്ച് താഴോട്ട് എടുക്കുക. ഇനി അവിടുന്ന് 3.5 എടുക്കുക. അവിടുന്ന് ഞാനൊരു വര കൊടുത്തിട്ടുണ്ട്. സ്ട്രൈറ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചരിച്ച് വെച്ച് വരയ്ക്കുക. ഇനി നമ്മൾ അത് അളന്ന് നോക്കുക. അവിടെ ഞാൻ 9 എനിക്ക് വന്നിട്ടുണ്ട്. ഞാൻ 4.5 മാർക്ക് ചെയ്യുവാണ്. ഇനി കറക്റ്റിന് നോക്കുക എത്രയുണ്ടെന്ന്. 4.5 ഉണ്ട്. ഇനി ഫ്രഞ്ച് കർവ് വെച്ച് നമ്മൾ കാൽഭാഗം വ്യത്യാസത്തിൽ ഇതേപോലെ വരച്ചെടുക്കുക. എന്നിട്ട് ഇനി ചരിച്ച് വെച്ചിട്ട് ഇനി ഇവിടുന്ന് കാൽഭാഗം വരയ്ക്കും. ഇതേപോലെ വരയ്ക്കണം കേട്ടോ. ഇനി അവിടെ താഴെ നമുക്ക് കറക്റ്റിന് എത്രയാണ് വേണ്ടുള്ളതെന്ന് വെച്ചാൽ തയ്യൽ തുമ്പും കൂടി ഇട്ട് ഞാൻ 6.5 എടുത്തിട്ടുണ്ട്. കറക്റ്റിന് 5 മതിയാവും. തയ്യൽ തുമ്പും കൂടി ഇട്ട് ഞാൻ മൊത്തത്തിൽ 6.5 കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ വരച്ചെടുക്കുക. ഇനി നിങ്ങൾ കൈ വെട്ടുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഫ്രണ്ട് പാറ്റേൺ കട്ട് ചെയ്യുന്ന സമയത്ത് കുഴിച്ച് വെട്ടുന്നുണ്ട്. അത് നിങ്ങൾ ഏത് വശത്താണ് ഫ്രണ്ട് പാറ്റേൺ വരുന്നത് അതേപോലെ ഇടണം. കട്ട് ചെയ്തെടുക്കാം. ഇനി കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കറക്റ്റിന് നമ്മൾ ആദ്യം നമുക്ക് ഇതേപോലെ നേരെ കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് നമുക്ക് ഫ്രണ്ട് പാറ്റേൺ വരുന്നത് നമുക്ക് കുഴിച്ച് വെട്ടാനുണ്ട്. നിങ്ങൾ പ്രത്യേകം അത് ശ്രദ്ധിക്കണം കേട്ടോ. കൈ വെട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് കൈക്കുഴി കുഴിച്ച് വെട്ടുന്നതിനായിട്ട് അവിടുന്ന് മാത്രം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമ്മൾ ഫ്രണ്ട് പാറ്റേൺ എവിടെയാണ് വരുന്നത് കുഴിച്ച് വെട്ടാനുള്ളത് അത് നമ്മൾ എഴുതി വെക്കണം ആ പാറ്റേണിൽ കേട്ടോ. അപ്പം നമുക്ക് കറക്റ്റിന് അവിടുന്ന് കുഴിച്ച് വെട്ടാൻ സാധിക്കും. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചോളൂ. ഓക്കെ, താങ്ക് യു.